യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നിമിഷപ്രിയ കേസിൽ കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ മറുപടി ഞെട്ടിച്ചെന്ന് ജോൺ ബ്രിട്ടാസ് MP. വിദേശകാര്യ വകുപ്പിന്റെ നിമിഷപ്രിയ കേസിലെ കൈകഴുകൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇറാന്റെ സഹായത്തോടെ നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രം ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. നിയമം പോലും അറിയാതെയാണ് മന്ത്രി പാർലമെന്റിൽ സംസാരിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് MP മീഡിയ വണ്ണിനോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ മറുപടി ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. മുൻകാലങ്ങളിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അവിടെയുള്ള ആൾക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട്, ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള മറുപടികളാണ് നൽകിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് $40,000 വിദേശകാര്യ വകുപ്പ് കൈപ്പറ്റി അത് യമനിലേക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി. ഇതൊക്കെ നടന്ന ശേഷം ഇപ്പോൾ പറയുകയാണ്, മറുപടിയിൽ പറയുകയാണ്, ഇതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇത് നിമിഷപ്രിയയുടെ കുടുംബവും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട യമനീസ് പൗരൻ്റെ കുടുംബവും തമ്മിൽ തീർക്കേണ്ട പ്രശ്നമാണ് എന്ന രീതിയിലേക്കാണ് ഈ പറഞ്ഞ പോലെ കൈ കഴുകുന്ന രീതിയിലുള്ള മറുപടിയാണ് ഉണ്ടായത്. വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ തൗഫീക്ക് നൽകും. തൗഫീക്ക്, നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് മുൻപ് കേന്ദ്രമന്ത്രിമാർ അടക്കം ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരുന്നത് സാധ്യമായ എല്ലാ സഹായവും ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ നമുക്കറിയാം, ലോക്സഭയിൽ ഈ കേന്ദ്രമന്ത്രിയുടെ ഈ പരാമർശം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനായിരുന്നു ഇടയാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ മറ്റു വിശദാംശങ്ങൾ എന്താണ് അവിടെ നിന്നും പുറത്തു വരുന്നത്? കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ മറുപടിയിലാണ് ഇക്കാര്യങ്ങളുള്ളത്. പ്രധാനമായും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഇരു കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അതവർ സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഈ മറുപടിയിൽ ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് പോകാനായിട്ട് ഇടയുണ്ടായത്. കാരണം ആദ്യഘട്ടങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മറുപടിയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഇടപെടലുകൾ കൃത്യമായി തന്നെ നടത്തുന്നുണ്ട് എന്നുള്ള മറുപടികൾ ലഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് MPക്ക് ലഭിച്ച മറുപടിയിലാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഇത്തരത്തിൽ കൈ കഴുകുന്ന ഒരു നടപടി ഉണ്ടായതെന്നാണ് MP ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ $40,000 നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വിദേശകാര്യ വകുപ്പ് കൈപ്പറ്റുകയും അത് യമനിലേക്ക് അയക്കുകയുമെല്ലാം ചെയ്തിരുന്നു ബ്ലഡ് മണിയായിട്ട്. എന്നാൽ എന്നിട്ട് പോലും ഇതിലൊരു നീക്കുപോക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ മാറ്റുന്നൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ സഹായത്തോടെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കണമെന്നായിരുന്നു ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നതായിട്ട് നേരത്തെ വിദേശകാര്യ സഹമന്ത്രി S ജയശങ്കർ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടൊരു മുന്നോട്ട് പോക്ക് കൃത്യമായിട്ട് ഉണ്ടാകുന്നില്ല. തുടർന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് MP ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുകയും അതിനുള്ളൊരു മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കൈകഴുകുന്ന ആ രീതിയിലുള്ളൊരു മറുപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഈ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് കൊല്ലപ്പെട്ട ആളും അതോടൊപ്പം തന്നെ ഇതുമായി നിമിഷപ്രിയ പ്രതി, അതായത് ഈ പ്രതിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സമ്പർക്കവും അല്ലെങ്കിൽ സംസാരങ്ങളൊന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു നിയമം അവിടെയുണ്ട്. എന്നാൽ ആ നിയമങ്ങൾ പോലും അറിയാതെയാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മറുപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നു. എന്തായാലും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടലുകൾ നടത്തുമെന്നാണ് നിലവിൽ ജോൺ ബ്രിട്ടാസ് MP അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ജയശങ്കർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടും, ജയശങ്കറിനെ ഈ വിവരം ധരിപ്പിക്കുമെന്ന് കൂടി ജോൺ ബ്രിട്ടാസ് MP അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൗഫീക്ക്, ഈ ദയാധനമടക്കം നൽകുന്ന പ്രക്രിയകളെല്ലാം തന്നെയും അതുമായി ബന്ധപ്പെട്ട സജീവമായ ഇടപെടലുകളൊക്കെ തന്നെയും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ട്, സജീവമായ ഇടപെടലൊക്കെ ഉണ്ട് എന്ന് പലപ്പോഴും ആവർത്തിച്ച് പറയുമ്പോഴും ഇനി എന്താ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത് ഈ നിമിഷപ്രിയ മോചനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു നീക്കങ്ങളായിരിക്കും ഇനിയിപ്പോൾ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്? S ജയശങ്കറുമായി ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദയവായി തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപ ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. ദീപ ജോസഫ്, ഈ കേന്ദ്ര സർക്കാർ കൈ കഴുകി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കേന്ദ്ര വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങനെ തന്നെയായിരുന്നു. നിമിഷപ്രിയ മോചനവുമായി ബന്ധപ്പെട്ട് ഇടപെടലിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ സൂചിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ അഡ്വക്കേറ്റ് ദീപയ്ക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം.
കേന്ദ്ര സർക്കാരിന്റെ പ്രസ്താവന അപ്പാടെ എനിക്ക് കാരണം നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് വേണ്ട കുറേ സഹായങ്ങൾ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. ഈ നിമിഷങ്ങളിൽ അഭിഭാഷകനെ വെച്ച് തന്നിരിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. അതിനുശേഷം പ്രീ നെഗോഷിയേഷനുള്ള എമൗണ്ട് നമ്മൾ ഇവിടുന്ന് അയക്കാനുള്ള എല്ലാ സംവിധാനവും അന്നത്തെ അംബാസഡറായിരുന്ന ചന്ദ്രമൗലി സാറിന്റെ സഹായത്തോടെ കേന്ദ്ര സർക്കാർ വഴിയാണ് എംബസിയിലേക്ക് നമ്മൾ എംബസിന്ന് പിന്നെ ലോയറിനും. അപ്പോൾ കാലാകാലങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത് അത് സത്യമാണ്, നിരാകരിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഈ $40,000 അത് കൊടുത്തിരിക്കുന്നത് സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയാണ് ആ $40,000 കൊടുത്തിട്ടുള്ളത്, കേന്ദ്ര സർക്കാർ അല്ല. അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ കണ്ടതായിട്ട് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ അത് കേന്ദ്ര സർക്കാർ അല്ല കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കാനുള്ള വഴി ഒരുക്കി തന്നത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരാണ്. തുടർന്നും നമുക്ക് കേന്ദ്ര സർക്കാരിന് വിതിൻ ദ ലിമിറ്റേഷൻ അവർ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ അതിന്റെ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ഞാനും വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും. അഡ്വക്കേറ്റ് ദീപ, ഇവിടെയുള്ള പ്രശ്നം, അതായത് ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മന്ത്രി പറഞ്ഞ മറുപടി ഈ നിമിഷപ്രിയയുടെ കുടുംബവും ഈ യമൻ പൗരന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള വൈകാരിക പ്രശ്നമെന്നുള്ള മറുപടിയാണ് നൽകിയത്. ആ മറുപടിയിലൂടെയാണ് അതായത് കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ തൊടാൻ മടിയാണ് എന്ന് നമ്മൾ പറയുന്നത്, അതായത് കേന്ദ്രം കൈ കഴുകി എന്ന് നമ്മൾ പറയുന്നത്. ഇതിന് നിങ്ങൾ വാർത്തയെ വളച്ചൊടിക്കരുത്. കേന്ദ്ര സർക്കാരിനെന്നല്ല ആർക്കും അവിടെ റോളില്ല. ഇപ്പം റോൾ ഉള്ളത് ഫാമിലിക്ക് മാത്രമാണ്. ഫാമിലി മാപ്പ് കൊടുത്താൽ മാത്രമേ നിമിഷപ്രിയക്ക് ഒരു മോചനം സാധ്യമാവൂ. അപ്പൊ അതിനിടയിൽ ചെന്നിട്ട് ആർക്കും കേന്ദ്ര സർക്കാർ ആർക്കും ഒരു റോളില്ല. അമ്മ അവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ ഏപ്രിലാകുമ്പോൾ അമ്മ അവിടെ പോയിട്ട് 1 വർഷമാകും. അപ്പൊ 1 വർഷമായിട്ട് അമ്മ അവിടെ തന്നെയുണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ അകത്ത് നിന്ന് കേന്ദ്ര സർക്കാർ ചെയ്യുന്നുമുണ്ട് കാര്യങ്ങൾ. അല്ല, നമ്മൾ വാർത്തയെ ഒരിക്കലും വളച്ചൊടിക്കുകയല്ല ചെയ്തത്. മന്ത്രി പറഞ്ഞ പരാമർശം അത് താങ്കളോട് പറയുകയാണ് ഉണ്ടായത്. വാർത്തയെ ഒരിക്കലും വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടില്ല അഡ്വക്കേറ്റ് ദീപ. സർക്കാരിന് ചെയ്യാൻ അവിടെ റോൾ ഇല്ല. അവിടെ ഈ റോൾ ഉള്ളത് ആ കുടുംബത്തിന് മാത്രമാണ്. കുടുംബം മാപ്പ് തരില്ല എന്ന് പറഞ്ഞാൽ നിമിഷയ്ക്ക് മോചനമില്ല എന്നാണ് അതിന്റെ അർത്ഥം. പല സൈഡിലൂടെയും പല വശങ്ങളിലൂടെയും കുടുംബവുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നലെയും യമനിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട്. നോക്കൂ, ഈ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ, ആ കൗൺസിലിന് നേതൃത്വം നൽകുന്നത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ്. നമുക്കറിയാം അതിൽ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കം ഇതിനകത്തുണ്ട്. അപ്പോൾ നേതൃത്വം നൽകുന്നത് ഓക്കെ, പിന്നെ ആരാണ് ഇതിനൊരു കമ്മിറ്റി ഉണ്ട്. കുര്യൻ ജോസഫ് സാർ എപ്പോഴും ഇവിടെ വന്നു. ഒരു മീറ്റിംഗിൽ പോലും കുര്യൻ ജോസഫ് സാറിനെ ഞാൻ കണ്ടിട്ടില്ല. കുര്യൻ ജോസഫ് സാർ അല്ല ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതിന് ജാബിർ, ഒമാനിൽ നിന്നുള്ള ജാബിറാണ് അതിന്റെ പ്രസിഡന്റ്. അതിന്റെ വൈസ് ചെയർ ഞാനാണ്. അതിന്റെ ജനറൽ കൺവീനർ ജയൻ UK-യിൽ നിന്നാണ്. അങ്ങനെ ഒരു പ്രഗത്ഭരായ, പിന്നെ നമ്മളെ സഹായിക്കാൻ ബാബു MLA ഉണ്ട്. നമുക്ക് ഒരു നല്ലൊരു അഡ്വൈസർ കമ്മിറ്റി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് കുര്യൻ ജോസഫ് സാറിന് ഇതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഈ കമ്മിറ്റിയിൽ. അഡ്വക്കേറ്റ് ദീപ ജോസഫാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. യമനിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മലയാളി നിമിഷപ്രിയ കേസിൽ കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ മറുപടി ഞെട്ടിച്ചെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞിരുന്നു. വിദേശകാര്യ വകുപ്പിന്റെ നിമിഷപ്രിയ കേസിൽ കൈകഴുകൽ ഞെട്ടിക്കുന്നതാണെന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇറാന്റെ സഹായത്തോടെ നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രം ഇപ്പോൾ മൗനം പാലിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്.